കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. പാസ്റ്റർ റെജി മാത്യു എന്ന ദൈവദാസൻ്റെ പേരിൽ ഇറങ്ങിയ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അടുത്തിടെ കാണാനിടയായി. സ്പിരിച്വൽ ഫാദർ എന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം ഏതോ ഒരു പ്രസംഗത്തിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടത്. ആ വോയിസ് ക്ലിപ്പ്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുമുണ്ട്. ഇത് അദ്ദേഹം എന്ന് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ വ്യക്തിക്കും അവരവർക്ക് ലഭിക്കുന്ന ആത്മീക വളർച്ചയുടെ ഭാഗമായി, തിരിച്ചറിവിൻ്റെ ഭാഗമായി ചില നിലപാടുകൾ തിരുത്തുകയും ചില നിലപാടുകളിൽ തുടരുകയും ചെയ്യും. അത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഓരോരുത്തരുടെയും പഴയ നിലപാടുകളും പഴയ രീതികളും ഒക്കെ പരിശോധിച്ചാൽ എല്ലാവർക്കും വ്യക്തമാകും എന്നുള്ളതുകൊണ്ട് ഒരു വ്യക്തിപരമായ വിമർശനത്തിന് ഞാൻ തയ്യാറല്ല. അത് അവരവർ തന്നെ സ്വയശോധന ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് കാണാനിടയായ വീഡിയോ ക്ലിപ്പിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവായി ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്ന ഒരു ചിന്ത പൊതുവിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചിന്തയല്ലെന്നും അതൊരു വചന സത്യമാണെന്നും പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് പറയുന്നുമുണ്ട്. എങ്കിലും ആത്മീയ പിതാവ് അഥവാ സ്പിരിച്വൽ ഫാദർ എന്ന വചന സത്യത്തെ ഉൾക്കൊള്ളാൻ എന്തോ ഒരു മടി അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് വീഡിയോ ക്ലിപ്പിൽ വ്യക്തമാണ്. അത് തെളിച്ചു പറയാതെ ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്ന പദവിയെ ഒന്ന് പരിമിതപ്പെടുത്താനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൽ ഉണ്ടെന്നുള്ളത് വീഡിയോ ക്ലിപ്പിൽ വ്യക്തമാണ്. എന്നാൽ ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് വചന സത്യമാണ് എന്നുള്ളതിന് വചനത്തിൽ തെളിവുണ്ട്. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. ഞാനത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്യാം. ഈ ഭാഗത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആത്മീയ പിതാവ് എന്ന പദവിയെ അംഗീകരിക്കാത്തവർ പറയുന്നത് യേശുവിൻ്റെ ഒരു വചനം എടുത്തിട്ടാണ്. അത് മത്തായി സുവിശേഷം 23:9 വാക്യത്തിലാണ്. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഈ കാര്യം എടുത്തിട്ട് പലരും പറയാറുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവെന്ന് വിളിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത് മലയാള വിവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം നമ്മളത് ഇംഗ്ലീഷിലേക്ക് നോക്കുമ്പോൾ അവിടെ രണ്ട് പിതാവ് എന്നുള്ള വാക്കുകൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഉദാഹരണം, പിതാവ് എന്ന് ഭൂമിയിലെ പിതാവിനെ വിളിക്കുന്നിടത്ത് ചെറിയ എഫും, സ്വർഗീയ പിതാവിനെ അല്ലെങ്കിൽ മഹാദൈവത്തെ വിളിക്കുന്ന ഫാദർ എന്ന വാക്കിൽ വലിയ എഫുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ്. കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സൃഷ്ടാവായിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്ഥാനം ഭൂമിയിൽ ഒരു മനുഷ്യനും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റാർക്കും, മനുഷ്യനെന്നല്ല ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ എഫും വലിയ എഫും ദൈവത്തിന് കൊടുക്കും പേര് സൂചിപ്പിക്കുമ്പോൾ വലിയ എഫ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആത്മാവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ ആത്മാവെന്ന് പലയിടത്തും ഒരുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പരിശുദ്ധാത്മാവെന്ന് എടുത്ത് പറയാതെ എന്നാൽ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നിടത്തൊക്കെ സ്പിരിറ്റിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കുന്ന എസ് ക്യാപിറ്റൽ ലെറ്ററിലും വ്യക്തിയുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നിടത്ത്
ചെറിയ എസ്സും ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് കർത്താവ് ആരെയും പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതിനെ വളച്ച് തിരിച്ചിട്ട് പിതാവെന്നുള്ള സ്ഥാനം ഇല്ല എന്ന് പറയുന്നത് കർത്താവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം കർത്താവ് ഒരു മനുഷ്യനായി ഭൂമിയിൽ നിന്ന ആളാണ്. ഭൂമിയിൽ ഒരു മകൻ തൻ്റെ അപ്പനെ വിളിക്കേണ്ടത് പിന്നെ പിതാവെന്നല്ലാതെ മറ്റെന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവ് അതിനെ നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് കൊടുക്കുന്ന പിതാവ് എന്നുള്ള സ്ഥാനം മനുഷ്യന് കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പൻ മകനെ അല്ലെങ്കിൽ മകൻ അപ്പനെ പിതാവെന്ന് വിളിക്കുന്നതിന് കർത്താവ് എതിര് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ്റെ ഒരു വ്യത്യാസമാണ്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ച് നോക്കുമ്പോൾ അത് വ്യക്തമാകും. അതാണ് എനിക്ക് അങ്ങനെയുള്ള ആളുകൾ പറയാനുള്ള മറുപടി. ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്നുള്ള പദവി ഒരു ചിന്ത മാത്രമല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് ധാരാളം തെളിവുകൾ പറയാനുണ്ടെങ്കിൽ പോലും വിസ്താര ഭയത്താൽ 1-2 തെളിവുകൾ മാത്രം പറഞ്ഞ് പുതിയ നിയമത്തിലെ തെളിവുകൾ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഏലിയാവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു എലീശ. എന്നാൽ എലീശയും ഏലിയാവും തമ്മിലുള്ള ബന്ധം കേവലം ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളതല്ല, മറിച്ച് എലീശ ഏലിയാവിനെ തൻ്റെ ആത്മീയ പിതാവ് എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഏലിയാവ് സ്വർഗത്തിലേക്ക് സ്വർഗീയ രഥങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ എലീശ അത് കണ്ടുകൊണ്ട് ഏലിയാവിനെ വിളിക്കുന്നത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നാണെന്നുള്ളത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിൽ 1-2 ഉദാഹരണം കൂടെ പറയട്ടെ. ഈ ആത്മീയ പിതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന് ശിഷ്യനാകണമെന്ന് പോലുമില്ല. ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആത്മീയമായിട്ടത്ര ഉയർന്ന നിലയിലല്ലാത്ത ആളുകൾക്ക് പോലും ദൈവദാസന്മാരെ അവരുടെ ആത്മീയ പിതാവായി കണ്ടിരുന്നു എന്നുള്ളതിനുള്ള തെളിവായിട്ട് 1-2 വാക്യങ്ങളൂടെ ഞാൻ പറയട്ടെ. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 2 രാജാക്കന്മാർ 6-ന്റെ-21 അതിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി അരാം സൈന്യത്തെ അന്ധത പിടിപ്പിക്കുന്ന ഒരു കാര്യം എലീശ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് അവരെ വെട്ടിക്കളയാനായിട്ട് എലീശയോട് അനുവാദം ചോദിക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് എലീശയെ സംബോധന ചെയ്യുന്നത് എൻ്റെ പിതാവേ, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ എന്നാണ്. എലീശ അതിന് അനുവാദം കൊടുത്തില്ല. പക്ഷെ അതിനർത്ഥം എന്താണ്? രാജ്യം ഭരിക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ മകനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവൊന്നുമല്ല, ബയോളജിക്കൽ ഫാദറൊന്നുമല്ല എലീശ, പക്ഷെ വിളിക്കുന്നത് എൻ്റെ പിതാവേ എന്നാണ്. അപ്പോൾ ആത്മീയ പിതാവായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഇസ്രായേൽ രാജാവ് ശരിയായ ആത്മീയനാണോ? അല്ല. പക്ഷേ ആ സ്ഥാനം അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് ഒരു ദൈവദാസന്. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എലീശ മരിക്കാറായി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണത്തിൻ്റെ സമയമായപ്പോൾ ഇസ്രായേൽ രാജാവായിരിക്കുന്ന യോവാശ് അദ്ദേഹം വളരെ ദുഃഖത്തോടെ എലീശയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ എലീശയുടെ കിടപ്പ് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം മുമ്പേ അല്ലെങ്കിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ 6-ാം അധ്യായത്തിൻ്റെ 21 കണ്ട അല്ലെങ്കിൽ 2 രാജാക്കന്മാർ 6-ന്റെ 21 കണ്ട ഇസ്രായേൽ രാജാവല്ല ഈ പറയുന്ന 2 രാജാക്കന്മാർ 13-ന്റെ 14 കാണുന്ന ഇസ്രായേൽ രാജാവ്.
മറ്റു രാജാവാണ്. അപ്പോൾ ആ രാജവംശം മുഴുവനും എലീശയെ തങ്ങളുടെ ആത്മീയ പിതാവായി കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തന്നെ ഒത്തിരി കുഴപ്പമുള്ളവരായിരുന്നു. പക്ഷേ ആത്മീയ പിതാവെന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിരുന്നു. കേവലം പ്രവാചകൻ എന്ന നിലയിലോ ദൈവദാസൻ എന്ന നിലയിലോ മാത്രമല്ല, അതിനുമൊക്കെ ഉപരിയായി അവരെ നയിക്കാനുള്ള, അവർക്ക് ഉപദേശം കൊടുക്കാനുള്ള, അവർക്ക് വേണ്ടതായുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരമുള്ള ഒരാത്മീയ പിതാവായി കണ്ടതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് മറ്റു ഉദാഹരണങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും ഞാൻ പുതിയ നിയമത്തിലേക്ക് കടക്കട്ടെ. കാരണം ചിലർ പറയും ഇത് പഴയ നിയമത്തിലെ കാര്യമല്ലേ, പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ഇവിടെ പാസ്റ്റർ റെജി മാത്യു തന്നെ പറയുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 4:15 പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത് കൊരിന്ത്യരുടെ ആത്മീയ പിതാവാണ്, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയുടെ ആത്മീയ പിതാവാണ് താനെന്നും പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അല്ലാതെ ബയോളജിക്കലായിട്ടുള്ള ജന്മമല്ലല്ലോ. അപ്പോൾ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് പറയുമ്പം അദ്ദേഹം അവരുടെ ആത്മീയ പിതാവാണ് കൊരിന്ത്യ സഭയുടെ മൊത്തത്തിൽ. ഇനിയും അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 1 കൊരിന്ത്യർ 4:17 തൻ്റെ മകനായിരിക്കുന്ന തീമത്തിയോസിനെ കൊരിന്ത്യ സഭയിലേക്ക് ചില കാര്യങ്ങൾക്കായിട്ട് പൗലോസ് അയക്കുന്നതോടെ പൗലോസ് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാം എങ്ങനെയുള്ള മകനാണ്, തൻ്റെ ആത്മീയ മകനാണ്. അപ്പം അതിനർത്ഥം എന്താ? തീമത്തിയോസിൻ്റെ ആത്മീയ പിതാവാണ് പൗലോസ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ തീത്തോസിനെ പറ്റി പൗലോസ് വിശേഷിപ്പിക്കുന്നത് എൻ്റെ നിജപുത്രൻ എന്നാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എൻ്റെ മകൻ എന്ന് തന്നെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ തീത്തോസും പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ആത്മീയ മകനാണെന്നും, അല്ലെങ്കിൽ തീത്തോസിൻ്റെ ആത്മീയ പിതാവാണ് പൗലോസ് എന്നും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല ഫിലേമോൻ്റെ ലേഖനം, ഫിലേമോന് പൗലോസ് എഴുതിയതായ ലേഖനം, ഒരു ലേഖനം മാത്രമുള്ളല്ലോ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലേമോൻ്റെ ദാസനായി ജീവിച്ച് ഫിലേമോനോട് ചില കബളിപ്പിക്കലൊക്കെ നടത്തി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തടവിലാക്കപ്പെട്ട ഒനേസിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, തടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച മകനായ ഒനേസിമോസിന് വേണ്ടി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നോട് ഞാൻ അവനോട് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതാണല്ലോ ആ ഫിലേമോൻ്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിലേമോനോട് അങ്ങനെ പറയുമ്പോൾ ഫിലേമോനോടുള്ളതായിട്ടുള്ള പൗലോസിൻ്റെ ഭാഷാപ്രയോഗത്തിൽ നിന്ന് അദ്ദേഹം പോലും, ഫിലേമോൻ പോലും പൗലോസിൻ്റെ ഒരു ആത്മീയ പുത്രനാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആത്മീയ പുത്രത്വം അല്ലെങ്കിൽ ആത്മീയ പിതൃത്വം, പിതാവും പുത്രനും എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഒരു ആത്മീയ പിതാവ്, അദ്ദേഹത്തിന് വ്യത്യസ്തരായ ആത്മീയ മക്കൾ എല്ലാവരും ഇല്ല, എല്ലാവരും ആത്മീയ മക്കളായിട്ട് വരുന്നില്ല. എല്ലാവരും അവർ പക്ഷേ ഗുരുവായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം, പിന്നെ ഒരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശകനായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ മകനാണ് എന്ന് പറയത്തക്ക നിലകളിൽ പൗലോസ് അപ്പോസ്തലന് ചിലരെ വ്യക്തമായി എടുത്തു പറയാൻ, ഇവർ കൂടാതെ അനേക ആത്മീയ പുത്രന്മാർ അദ്ദേഹത്തിനുണ്ട്, അതിൽ തന്നെ കൃത്യമായിട്ട് എടുത്ത് തെളിവ് സഹിതം പറയാൻ ഇങ്ങനെ പലരെയും കാണിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആത്മീയ പിതൃത്വം അല്ലെങ്കിൽ സ്പിരിച്വൽ ഹുഡ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് ഒരു പൊതു ചിന്തയല്ല, അത് വചന സത്യമാണ്. അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു ചിന്തയാണ് എന്നുള്ള പാസ്റ്റർ റെജി മാത്യുവിൻ്റെ ആ പ്രസ്താവന വചനപരമായിട്ട് അംഗീകരിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തെളിവുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ റെജി മാത്യു ഞാൻ കണ്ട വീഡിയോ ക്ലിപ്പിൽ വ്യക്തമായി പറയുന്നത്, ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ആള് തന്നെ പോലെ ഒരു ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട്
എൻ്റെ ആത്മീയ പിതാവായിട്ടിരിക്കാമോ എന്ന് ചോദിച്ച ഒരാൾ വന്നാൽ അദ്ദേഹത്തെ ആത്മീയ പുത്രനായി സ്വീകരിക്കുന്നതാകരുത്. ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി ആയിരിക്കണം ആത്മീയ പിതാവ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിയെ മാത്രമേ ആത്മീയ പിതാവെന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം വല്ലാതെ ശഠിക്കുന്നുണ്ട്. കേട്ടാൽ അതിനകത്ത് യാഥാർത്ഥ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പറയുമ്പോൾ സ്റ്റേജിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തികൾ എന്ന് ഒരു ആക്ഷേപഹാസ്യവും അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ഒരാൾ സ്റ്റേജിൽ എങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കളർ ബൾബൊക്കെ ഇട്ട് തിളങ്ങി നിർത്തുന്നതായിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഒരാൾ ആരും തിളങ്ങുന്നതായിട്ട് നമുക്ക് അറിയത്തുമില്ല. അങ്ങനെ ആരെയും തിളക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരാൾ സ്റ്റേജിൽ തിളങ്ങുന്നുണ്ടെങ്കിൽ തിളങ്ങാനുള്ളത് എന്തൊക്കെയോ ആ വ്യക്തികളിലുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ സത്യം. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. സ്റ്റേജിൽ തിളങ്ങുന്ന വ്യക്തി എന്നതിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് താൻ ഒരിക്കലും ഒരിടത്ത് നിന്ന് പ്രസംഗിച്ചാൽ തന്നെ ആത്മീയ പിതാവായിട്ട് അംഗീകരിക്കണം, അല്ലെങ്കിൽ ആത്മീയ പിതാവായിട്ട് എന്നെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നാൽ അദ്ദേഹം അത് സ്വീകരിക്കത്തില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് വേദപുസ്തകത്തിൽ ആത്മീയമായി ജനിപ്പിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിയാകണം ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ റെജി മാത്യു തൻ്റെ വീഡിയോ ക്ലിപ്പിൽ താൻ എവിടെയെങ്കിലും ഒരിടത്ത് പോയി പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ട്, തൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ആത്മീയ പുത്രനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വീകരിക്കാവുന്ന ഒരു പദവിയല്ല, അല്ലെങ്കിൽ ഏറ്റെടുക്കാവുന്ന ഒരു പദവിയല്ല ആത്മീയ പിതാവ് എന്നത് പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി മാത്രമാണ് ആത്മീയ പിതാവ്. ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ഒരാൾ ജനിപ്പിച്ചാൽ ആ വ്യക്തിയാണ് അയാളുടെ ആത്മീയ പിതാവ്. അല്ലാതെ ഒരു പ്രവാചകനോ ഒരു പ്രസംഗിയോ അല്ലെങ്കിൽ സ്റ്റേജിൽ തിളങ്ങുന്ന ഒരു വ്യക്തിയോ ആത്മീയ പിതാവായി മാറില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേജിൽ തിളങ്ങുന്ന എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം പറയുന്ന പോലെ ഒരാൾ സ്റ്റേജിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ തിളങ്ങാനുള്ളത് എന്തോ, അല്ലെങ്കിൽ തിളങ്ങാനുള്ളത് എന്തൊക്കെയോ അത്തരം ആളുകളിൽ ഉള്ളത് കൊണ്ടാണല്ലോ അവർ തിളങ്ങുന്നത്. അല്ലാതെ ആരും സ്വയമായിട്ട് തിളങ്ങാനായിട്ട് പറ്റില്ലല്ലോ. കാരണം ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഭൂമിയിലെ ഏറ്റവും സമർത്ഥരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണല്ലോ അവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിന് ക്രിസ്തുവിൽ ജനിപ്പിച്ചവരെ മാത്രമേ ആത്മീയ പിതാവായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ, തിമത്യോസ് എന്ന് പറയുന്ന ആത്മീയ പുത്രൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവായ പൗലോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും തിമത്യോസിൻ്റെ ആത്മീയ പിതാവ് പൗലോസാണെന്നും പൗലോസിൻ്റെ പുത്രനാണ് തിമത്യോസ് എന്നും ഉള്ളതിന് പാസ്റ്റർ റെജി മാത്യുവിനും യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം വചനത്തിൽ വ്യക്തമായ തെളിവുണ്ട്. എന്തായാലും അപ്പോസ്തല പ്രവൃത്തി 16 തിമത്യോസിനെ പൗലോസ് ആദ്യമായി കാണുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം കാണുന്നത് 16 അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി, അവൻ ദെർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു, ഗ്രീക്കുകാരനാണ് അപ്പൻ. അപ്പം തിമത്യോസ് പൗലോസ് കാണുന്നതിന് മുമ്പ്
വിശ്വാസി മാത്രമല്ല, ശിഷ്യനായിരുന്നു. വിശ്വാസിയാവാനായിട്ട് ഒക്കെ ആർക്കും കഴിയും. കർത്താവ് ശിഷ്യനാകാനാണ് പറഞ്ഞിരിക്കുന്ന കൽപ്പനയിൽ, ശിഷ്യരാക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് സകല ജാതികളെ. അപ്പം ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം ശിഷ്യനാണ്. മാത്രമല്ല അവിടെയുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യമുള്ള മനുഷ്യനും കൂടിയാണെന്ന് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് തൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്നോടൊപ്പം സുവിശേഷ വേലയിൽ അദ്ദേഹത്തെ കൂടെ പങ്കാളിയാക്കുന്നതാണ് നമ്മൾ തുടർന്നുള്ള വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പൗലോസ് ക്രിസ്തുവിൽ ജനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നില്ല തിമോത്തിയോസ് എന്നും. പൗലോസ് ഇതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തിളക്കമുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു പൗലോസ്. കാരണം അത് ഈ ലോകപ്രകാരമുള്ള ലൈറ്റ് കാണിച്ചുള്ള തിളക്കമല്ല, അല്ലെ ആരെങ്കിലും തിളക്കം ഉണ്ടെന്ന് പറയുകയായിരുന്നില്ല. അദ്ദേഹം പോയിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തിളക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് വീര്യപ്രവൃത്തികളാലും അത്ഭുതങ്ങളാലും കാമ്പുള്ള ലേഖനങ്ങളാലും പ്രസംഗങ്ങളാലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം തിളങ്ങിയിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹം തിളക്കമുള്ള അല്ലെങ്കിൽ തിളങ്ങി നിന്നൊരു വ്യക്തി ആയതുകൊണ്ട് തിമോത്തിയോസിൻ്റെ ആത്മീയ പിതാവായിട്ട് വരാൻ അർഹതയില്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തിമോത്തിയോസിനെ ക്രിസ്തു ജനിപ്പിച്ചിട്ടില്ല. യഥാർത്ഥ തിമോത്തിയോസ് അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ ജനിച്ച വ്യക്തിയാണ്. മാത്രമല്ല കുടുംബ പശ്ചാത്തലവും ആ നിലയിലാണ് എന്നുള്ളതിനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം തന്നെ 2-ാം ലേഖനത്തിൻ്റെ അതിൻ്റെ 5-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലൂവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസവും കർത്താവുമായുള്ള ബന്ധവും തിമോത്തിയോസിന് കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ട്. തൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഈ വിശ്വാസികളാണ്. എന്നാൽ അപ്പൻ യവനനാണ്. അപ്പോൾ ക്രിസ്തുവിൽ വല്യമ്മയാണോ അമ്മയാണോ അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടായിരുന്ന മറ്റ് ദേവദാസന്മാർ ആരെങ്കിലും ആണോ, അവരുടെ പേരിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പൗലോസ് അല്ലാത്ത മറ്റൊരാൾ ആണ് യഥാർത്ഥത്തിൽ തിമോത്തിയോസിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് എന്നിരിക്കെ പിന്നീട് തിമോത്തിയോസിൻ്റെ ആത്മീയ പിതാവായി പൗലോസിനെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ് മാറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ആത്മീയ പുത്രനായി തിമോത്തിയോസിനെ പൗലോസ് സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ക്രിസ്തുവിൽ ജനിപ്പിച്ചവൻ ആകണമെന്ന് നിർബന്ധമില്ല. ആയാൽ നല്ലതെന്ന് എന്നുള്ളതല്ലാതെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തിമോത്തിയോസ് എന്ന് പറയുന്ന പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആത്മീയപുത്രൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് പാസ്റ്റർ റെജി മാത്യുവിൻ്റെ ആ ഒരു വാദം അപ്പോൾ തന്നെ സ്വാഭാവികമായി തന്നെ ദുർബലപ്പെട്ടു പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ഇത്തരം ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലൂടെയാണ് ഒരു ദൈവസഭ വളരേണ്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവസഭ എന്ന് പറയുന്നത് ദ്വീപല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തന്നെ ഏറ്റവും ശക്തമായ ബന്ധം പിതാവും പുത്രനും എന്ന നിലയിലുള്ള ബന്ധങ്ങൾ. കാരണം ദൈവവും തൻ്റെ പുത്രനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണല്ലോ ഏറ്റവും വലിയ ബന്ധമായി നാം വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ബന്ധം എന്താണ്? പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ആ ബന്ധം ഭൂമിയിലും ആകണം. ഇനി വരാൻ പോകുന്ന നിത്യതയിലും ആ ബന്ധമാണ് ഉണ്ടാകുന്നത്. ആ ബന്ധത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പരീക്ഷണശാല, അല്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ഇടമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് പിതാവും പുത്രനും എന്ന നിലയിൽ, ആത്മീയ പിതാവ് പുത്രന്മാർ ആ നിലയിൽ വളരപ്പെടുന്ന ബന്ധങ്ങളിൽ കൂടെ പണിയപ്പെടുന്ന ഒരിടമായിരിക്കണം ദൈവസഭ. അടിമയും ഉടമയും മുതലാളിയും തൊഴിലാളിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൂടിയവനും കുറഞ്ഞവനും എന്ന നിലയിലുള്ള ഡെമോക്രസി അല്ലെങ്കിൽ വോട്ടെടുപ്പ് ഇതൊന്നുമല്ല, തിയോക്രസിയാണ്. തിയോക്രസി എന്താണ് നടക്കുന്നത്? പിതാവും പുത്രനും എന്നുള്ള ബന്ധം.
അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-17 വാക്യം, 15 മുതൽ താഴോട്ട് വായിക്കും, 17-ാം വാക്യത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ പുത്രനായാൽ മാത്രമേ അവകാശികളായി തീരത്തുള്ളൂ. പലപ്പോഴും പുത്രനാകാൻ പലർക്കും മനസ്സില്ല. ആ പുത്രനാകുന്നത് ഇനിയും കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തുമ്പോഴെന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവസഭ അതിനുള്ളതല്ല. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവസഭയ്ക്കകത്ത് ഈ പുത്രത്വം വെളിപ്പെടണം. അതേ ദൈവസഭയിൽ അവിടുത്തെ ആത്മീയനായ അല്ലെങ്കിൽ ദൈവസഭയെ നടത്തുന്ന ദൈവദാസൻ ആത്മീയ പിതാവാണ്. ആ ആത്മീയ പിതാവെന്ന് പറയുന്ന ആ പിതാവിൻ്റെ പിതൃത്വത്തിന് കീഴിൽ വളരുന്ന പുത്രന്മാരായിരിക്കണം ദൈവസഭ. അപ്പോൾ ആ പുത്രന്മാരും പിതാവും ചേർന്ന് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരസ്പര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദൈവസഭ പണിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പണിത് ഉയർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനോളം വളരുമ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു നിലയിലേക്ക് അത് എത്തുമ്പോൾ, അതാണ് ഭൂമിയിലെ സ്വർഗം. അപ്പം അതുകൊണ്ട് പുത്രത്വം എന്ന് പറയുന്നതും ആത്മീക പിതൃത്വം എന്ന് പറയുന്നതും ദൈവസഭയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ ഒരാളെ ക്രിസ്തുവിൽ ജനിപ്പിക്കുന്ന വ്യക്തി ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ്. പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമല്ല. കാരണം ക്രിസ്തുവിൽ ഒരാളെ ജനിപ്പിച്ച വ്യക്തി ആത്മീയ പിതാവെന്ന സ്ഥാനത്തേക്ക് ഉയരണമെങ്കിൽ ആത്മീയ പിതാവിന് വേണ്ട ചില യോഗ്യതയുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒരു വാക്ക് പറയും, അതിൻ്റെ നല്ല രീതിയിൽ ഞാൻ പറയാം. അതിങ്ങനെയാണ്: മക്കളെ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അപ്പനാകില്ല എന്ന് ഒരു പ്രയോഗമുണ്ട്. അതിനൊരു ഗ്രാമ്യ പ്രയോഗമുണ്ട്. ഇത് പറയുമ്പോൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പനല്ലേ, അദ്ദേഹം അല്ലേ ജനിപ്പിച്ച്. പക്ഷേ മക്കൾക്ക് വേണ്ട കരുതൽ, മക്കൾക്ക് വേണ്ട സംരക്ഷണം, മക്കളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇല്ലാത്ത ഒരു ബയോളജിക്കൽ ജനനം നടത്തി അല്ലെങ്കിൽ ഒരാളെ ജനിപ്പിച്ചു എന്ന നിലയിൽ ഒരാൾ അപ്പനാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനാണ്, പക്ഷേ അപ്പനുള്ള അംഗീകാരം കിട്ടത്തില്ല. അപ്പനായിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പാസ്റ്റർ റെജി മാത്യു പറഞ്ഞതുപോലെ ഒരാളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച ആളായിരിക്കണം ആത്മീയ പിതാവെന്നില്ല. അങ്ങനെ ആയാൽ ഏറ്റവും നല്ലത്. പക്ഷേ ആത്മീയ പിതാവ് പിന്നീട് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും സ്വയമായി സ്വീകരിക്കാവുന്ന മറ്റൊരു ആളാവാം എന്നുള്ളത് തിമോത്തിയോസിൻ്റെയും പൗലൂസിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം തിമോത്തിയോസിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ച ആ വ്യക്തിക്ക് അദ്ദേഹത്തെ ക്രിസ്തുവിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ സ്ഥലത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നല്ല സാക്ഷ്യമുള്ള മനുഷ്യനാണ്. അവിടെയുള്ള സഭയിൽ അല്ലെങ്കിൽ സഹോദരന്മാർക്കൊക്കെ നല്ല സാക്ഷ്യമുള്ള, പക്ഷേ തിമോത്തിയോസിനെ ദൈവം വിളിച്ച വിളിയിലേക്ക് തിമോത്തിയോസ് എത്തപ്പെടാൻ, തിമോത്തിയോസിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിക്ക് അതിനുള്ള പ്രാപ്തിയില്ലാതിരുന്നു എന്ന് തിമോത്തിയോസ് മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ തന്നോടൊപ്പം കൂട്ടുമ്പോൾ, അദ്ദേഹത്തെ കൊണ്ട് ചേർത്ത് പോകുമ്പോൾ, പിൽക്കാലത്ത് അവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിലൂടെ തിമോത്തിയോസ് തിരിച്ചറിയുന്നു തൻ്റെ ആത്മീയ പിതാവാകാനുള്ള യോഗ്യനായ ഒരു വ്യക്തിയാണ് പൗലോസ് എന്നും. ആ ഒരു ബന്ധത്തിലേക്ക് പൗലോസിനെ അദ്ദേഹം കയറ്റി നിർത്തുന്നു. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ ഹൃദയം പോലെ തന്നെയുള്ളൊരു മനുഷ്യനാണ് തിമോത്തിയോസ് എന്നും, തൻ്റെ വഴികളെല്ലാം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു പുത്രനാണ് തിമോത്തിയോസ് എന്നും തിരിച്ചറിയുമ്പോൾ, തൻ്റെ ആത്മീയ പുത്രനായി പൗലോസ് തിമോത്തിയോസിനെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ
നമുക്കൊരു കാര്യം വ്യക്തമാവും. അത് തിമോത്തിയോസ് എങ്ങനെ കണ്ടുപിടിച്ച്, പൗലോസ് എങ്ങനെ കണ്ടുപിടിച്ചത്? ശരിയായ റൈറ്റ് അസോസിയേഷൻ, ശരിയായ ബന്ധങ്ങൾ. പലപ്പോഴും ശരിയായ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ തെറ്റായ പല കാഴ്ചപ്പാടുകളിലേക്ക് പോകും. മോശപ്പെട്ട ആളുകളുടെ കൂടെ സഹവസിക്കുമ്പോൾ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ യെശയ്യാ പറഞ്ഞ പോലെ നമ്മളും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരായിത്തീരും. അപ്പം അതുകൊണ്ട് ശരിയായ ബന്ധങ്ങൾ അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, അതിലേക്ക് എത്താൻ സാധിച്ചാൽ, അതാണ് ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് ഒരു ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തം, തിമോത്തിയോസിൻ്റെ ഈ ഉദാഹരണത്തിലൂടെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തിയാകണമെന്നില്ല ആത്മീയ പിതാവ്, മറിച്ച് ക്രിസ്തുവിൽ വളർത്താൻ കഴിയുന്ന, തങ്ങളുടെ കാലിബർ അല്ലെങ്കിൽ തങ്ങളിൽക്കകത്ത് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പോഷിപ്പിക്കാൻ ഉതകുന്ന വ്യക്തിയാരും, ആ വ്യക്തിയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ പിതാവ്. ആ നിലയിലാണ് തിമോത്തിയോസിൻ്റെ ആത്മീയ പിതാവായി പൗലോസ് അപ്പോസ്തലൻ മാറുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാസ്റ്റർ റെജി മാത്യുവിന് എന്തുകൊണ്ടാണ് തൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരാൾക്ക് എന്നെ ആത്മീയപുത്രനായിട്ട് സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പം അത് കൊടുക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലമായിരിക്കും. പക്ഷേ ഒരു ആത്മീയ ശുശ്രൂഷകനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റൊരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ട് അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാനും പരസ്പരം ഒരു നല്ല ബന്ധം പുലർത്താനും കഴിഞ്ഞിട്ട് ആ നിലയിൽ അവർ തമ്മിൽ ഒരു പിതൃപുത്ര റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് തെറ്റല്ല, അത് ദൈവിക വ്യവസ്ഥയാണെന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിക്കും തങ്ങളുടെ ആത്മീക ജീവിതം സമ്പുഷ്ടമാക്കാൻ, പരിപോഷിപ്പിക്കാൻ ഉതകുന്ന ഏതൊരു ആത്മീയ നേതാവിനെയും അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകനെയും അല്ലെങ്കിൽ ഒരു ദൈവദാസനെയും തൻ്റെ ആത്മീയ പിതാവായി സ്വീകരിക്കാനും, തിരിച്ച് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവാത്മാവ് ബോധിപ്പിക്കുകയാണെങ്കിൽ തങ്ങളുടെ ആത്മീയ പുത്രന്മാരായി സ്വീകരിക്കാൻ ആ ദൈവദാസനും സാധിക്കുമെന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രവാചകനാകട്ടെ, ഏതെങ്കിലും ഒരു കൃപാവരം പ്രാപ്തിയുള്ള വ്യക്തിയാകട്ടെ, അവർ നിങ്ങളുടെ ആത്മീയ പിതാവായിട്ടിരിക്കുകയും, നിങ്ങൾ ആ സഭയിലല്ല, നിങ്ങൾ വിദൂരമായ ദേശത്തായിരിക്കാം, നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്കൊരു ലോക്കൽ പാസ്റ്ററും ദൈവദാസനും ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തിൻ്റെ മെൻറ്റർഷിപ്പുകൾ അംഗീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീയ പിതാവ് നിങ്ങളെ ആത്മീയമായി ഉയർത്തുന്ന, നിങ്ങളെ എല്ലാ നിലകളിലും നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ പങ്കിടാൻ കഴിയുന്ന മറ്റൊരാൾ ആകുന്നതിൽ തെറ്റില്ല. പാസ്റ്റർ റെജി മാത്യു തൻ്റെ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമായി പറയുന്നത്, കൊരിന്ത്യ സഭയുടെ ആത്മീയ പിതാവാണ് അപ്പോസ്തലനായ പൗലോസ് എന്നാണ്. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന മാത്രമാണ്. വ്യക്തമായി ശ്രദ്ധിക്കണം, പൗലോസാണ് കൊരിന്ത്യ സഭയുടെ അല്ലെങ്കിൽ കൊരിന്ത്യ സഭക്കാരെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയുടെ ആത്മീയ പിതാവാണ് താൻ എന്നുള്ളത് ആ നിലയിൽ യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് തോന്നും ഞാൻ പറയുന്നത് വിരോധാഭാസമാണ്. ക്രിസ്തുവിൽ അവരെ ജനിപ്പിച്ചുവെങ്കിലും തൻ്റെ ആത്മീയ പുത്രന്മാരായി അല്ലെങ്കിൽ പുത്രികളായി വളരത്തക്ക നിലയിലുള്ള ഗുണം
അല്ലെങ്കിൽ അതിനുള്ളതായുള്ള യോഗ്യത അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഈ പറയുന്ന കൊരിന്ത്യ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പൗലോസ് ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം, 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണല്ലോ അദ്ദേഹം ഇത് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഇവിടെ ശ്രദ്ധിക്കണം, കൊരിന്ത്യ സഭയോട് പറയാണ്, അതേ പിതാവ് ഏറെയില്ല അല്ലെങ്കിൽ പിതാവ് ഒരുവൻ മാത്രം ഞാനാണ് എന്നല്ല പറയുന്നത്, പിതാക്കന്മാർ ഏറെയില്ല എന്ന് പറയുക. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഗുരുക്കന്മാർ, മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഉപദേശകന്മാർ ഒത്തിരി പേരുണ്ട്, 10,000 പേരിലധികം ഉണ്ടാവും. പക്ഷേ പിതാക്കന്മാർ എന്ന പ്രയോഗത്തിന് പകരം ഞാനല്ലേ നിങ്ങളുടെ ആത്മീയ പിതാവ് എന്ന നിലയിൽ പറയാതെ പിതാക്കന്മാർ ഏറെയില്ല എന്ന് പറയാൻ കാരണം, അദ്ദേഹം അവരെ ജനിപ്പിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും, ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും, അദ്ദേഹം തുടർന്നത് എടുത്ത് പറയുന്നുണ്ടെങ്കിലും, പാസ്റ്റർ റജി മാത്യു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവാണ് എന്ന് തന്നെ പൗലോസ് പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പൗലോസ് ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ പല പക്ഷക്കാർ വരുന്നുണ്ടല്ലോ. ചിലർ പൗലോസിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ കേഫാവിൻ്റെ പക്ഷക്കാരെന്നും, ഇനി ചിലർ പറയുന്നു ഞങ്ങൾ ഒരു പക്ഷത്തുമില്ല, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആളുകളാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? സത്യത്തിൽ കൊരിന്ത്യ സഭയിൽ വലിയൊരു വിഭജനം നടന്നിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനാണ് ഇവരെ ക്രിസ്തുവിൽ ജനിപ്പിച്ചതെങ്കിലും എല്ലാവരും പൗലോസിൻ്റെ ആത്മീയ പിതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പല്ലോസ് ആ സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ച് വാഗ്വൈഭവം ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പല്ലോസ് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് ഞങ്ങളെ നടത്താൻ കൊള്ളാവുന്നത് അപ്പല്ലോസാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ജനിപ്പിച്ചവനെ ആത്മീയ പിതാവ് എന്നുള്ള സ്ഥാനത്ത് ഇരുത്തണമെന്ന് നിർബന്ധമില്ല. കുറെ പേർക്ക് തോന്നുകയാണ് പൗലോസിനേക്കാളും ഞങ്ങളെ ക്രിസ്തുവിൽ നടത്താൻ കൊള്ളാവുന്ന, ഞങ്ങളുടെ ആത്മീയ പിതാവായിട്ടിരിക്കാൻ കൊള്ളാവുന്ന ആൾ അപ്പല്ലോസാണ്. കുറേ ആൾക്ക് തോന്നുന്നത് ഇല്ലല്ല, കുറച്ചുകൂടെ പാരമ്പര്യവും കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധമൊക്കെ ഉള്ള പത്രോസ് അപ്പോസ്തലനാണ് ഞങ്ങളുടെ ആത്മീയ പിതാവായിട്ടിരിക്കാൻ യോഗ്യൻ. അത് 1-ാം അധ്യായത്തിൽ അതൊക്കെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ ചിലർ പറയാണ് പൗലോസും പത്രോസും അപ്പല്ലോസും ഒന്നും വേണ്ട, ഞങ്ങൾ ക്രിസ്തുവിനായിട്ടുള്ള നേരിട്ട് ബന്ധത്തിലുള്ളവരാണ്, ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഇടയ്ക്കുള്ള ദേവദാസന്മാരൊന്നുമില്ല, ഞങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ആത്മീയ പിതൃത്വത്തിന് കീഴിലാണ് എന്ന് പറയുന്നതായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പൗലോസ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട്. അതെ, പൗലോസ് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവായിട്ടിരിക്കുന്നു. ആത്മീയ പിതാവായിട്ട് ഇരിക്കണമെങ്കിൽ പുത്രനുമായി പിതാവിനൊരു ബന്ധം വേണം. കൊരിന്ത്യ സഭയ്ക്ക് ആ ഒരു ബന്ധം പൗലോസുമായിട്ടില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ജനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവ് എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മീയ പിതാവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഈ അറ്റവും മുറിയും കേട്ടിട്ട് അങ്ങനെ പഠിപ്പിച്ചത് മനസ്സിലാക്കി പോകുന്ന ആളുകൾക്ക് തോന്നും, പിന്നെ പൗലോസല്ലേ ജനിപ്പിച്ചത്, അപ്പോൾ പിന്നെ ആത്മീയ പിതാവല്ലേ, ഞാനല്ലേ ജനിപ്പിച്ചെന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല. പക്ഷെ പൗലോസ് ബാക്കി കുറച്ച് കാര്യം പറയുന്നുണ്ട്, അത് കേൾക്കണം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 15-ാം വാക്യം, 1 കൊരിന്ത്യർ 4:15, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. അതിനർത്ഥം നിങ്ങളിൽ ചിലർക്കിപ്പോൾ കേഫാവ് ആത്മീയ പിതാവ്,
ഒത്തിരി പേരില്ല, കുറച്ച് പേരുണ്ട്. നിങ്ങൾക്കുണ്ട്, നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജനിപ്പിച്ചവൻ തന്നെ പിതാവാകണമെന്നില്ല, ആത്മീയ പിതാവാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാർ എന്നുള്ള പ്രയോഗം അവരെ കുറിച്ച് തന്നെ പറയാമെന്നല്ലോ, വേറെ പൊതു സഭയെ പറ്റിയൊന്നുമല്ല പറയാം, കൊരിന്ത്യ സഭയെ കുറിച്ച് തന്നെ പറയാം. ചിലർക്ക് ഇപ്പം അപ്പല്ലോസ എന്ന് മനസ്സിലായിട്ടുണ്ട് പൗലോസിന് ആത്മീയ പിതാവായിട്ട് എടുത്തിരിക്കുന്നു. ചിലർക്ക് അപ്പം ക്രിസ്തുവിൻ്റെ കാര്യം പറയേണ്ടത് അത് പിന്നെ 3 ഗ്രൂപ്പിലും ഇല്ലാത്ത പൊതുവായിട്ടുള്ളത്, ഞാനൊരു പക്ഷത്തും ഞാൻ കർത്താവിൻ്റെ നേരിട്ട ആളാന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ, അതുപോലത്തെയാണ്. അപ്പം അതുകൊണ്ട് മാത്രമല്ല പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളൊക്കെ കൂട്ടുവേലക്കാർ മാത്രമാണെന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിലാണ് എല്ലാം നടക്കേണ്ടത്. പക്ഷെ മാനുഷികമായ കാര്യങ്ങൾക്ക് മനുഷ്യരെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ മാനുഷികമായ പദവികളും സ്ഥാനങ്ങളും മനുഷ്യർക്കുണ്ട്. അത് ഏതെങ്കിലും ഒരു കോളർ പിടിച്ച് നിൽക്കാനല്ല, മറിച്ച് ദൈവം തന്നെ കൊടുത്തിരിക്കുന്ന ചില പദവികളും സ്ഥാനങ്ങളാണ്. അപ്പോൾ പിതാക്കന്മാർ ഏറെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ സഭയിൽ തന്നെ 3 പിതാക്കന്മാരുണ്ട്, ആത്മീയ പിതാക്കന്മാർ. അപ്പല്ലോസുണ്ട്, കേഫാവുണ്ട്, പൗലോസുണ്ട്. ജനിപ്പിച്ചത് യഥാർത്ഥത്തിൽ പൗലോസുമാണ്. അപ്പം ജനിപ്പിച്ച ആൾ തന്നെ ആത്മീയ പിതാവാകുന്നില്ല എന്നുള്ളത് പൗലോസിൻ്റെ ഈ പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നതിന് പകരം പിതാക്കന്മാർ ഏറെ ഇല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ കാരണം. ഇനി കൊരിന്ത്യ സഭയിലെ ആരെയും തന്നെ തൻ്റെ ആത്മീയ പുത്രന്മാരായിട്ട് പൗലോസ് അംഗീകരിച്ചില്ല എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. തൻ്റെ ക്രിസ്തുവിൽ അതിൻ്റെ 15-ാം വാക്യത്തിന് അവസാന ഭാഗം, അതായത് 15-ാം വാക്യം, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ സ്നാനപ്പെടുത്തുന്ന ആളല്ല ആത്മീയ പിതാവെന്ന് കൂടെ മനസ്സിലാക്കണം. ക്രിസ്തു ജനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്നാനപ്പെടുത്തുന്നു. കാരണം പൗലോസ് തന്നെ ഈ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് സ്തെഫാനോസിൻ്റെ ഭവനക്കാരെയും അതുപോലെ തന്നെ ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശി വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും എന്നുള്ളത് 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 15 മുതൽ 17 വരെ പൗലോസ് പറയുമ്പോൾ സ്നാനപ്പെടുത്തുന്ന ആളല്ല ആത്മീയ പിതാവ് എന്ന നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് ക്രിസ്തുവിൽ ജനിപ്പിക്കുന്നതും സുവിശേഷത ജനിപ്പിക്കുന്നതും സ്നാനമായിട്ട് ബന്ധം അതിന് വരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, ക്രിസ്തു ജനിപ്പിച്ച പൗലോസ് പറയുക, കൊരിന്ത്യ സഭയെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ ഇത്ര പേരെ ഒഴിച്ച് വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല, ഞാൻ സുവിശേഷത്താലാണ് ജനിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ആത്മീയ പിതാക്കന്മാർ പലരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 16-ാം വാക്യം, 4-ന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ എൻ്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പിതാക്കന്മാർ പലരുമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പുത്രനായി ഒരാളെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എന്നിലുള്ള ദർശനത്തിലേക്ക്, എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടുകളിലേക്ക് ആര് വരുമോ അവരാണ് എൻ്റെ ആത്മീയ പുത്രന്മാർ. ക്രിസ്തുവിൽ ജനിപ്പിക്കാൻ എനിക്ക് കഴിയും, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജനിച്ചു, പക്ഷെ നിങ്ങൾ എൻ്റെ ആത്മീയ പുത്രന്മാരല്ല. എന്നാൽ എൻ്റെ ആത്മീയ പുത്രന്മാരുണ്ട്. എൻ്റെ ആത്മീയ പുത്രനാണ് തിമത്യോസ്, എൻ്റെ ആത്മീയ പുത്രനാണ് തീത്തോസ്, എൻ്റെ ആത്മീയ പുത്രനാണ് ഒനേസിമോസ്. അപ്പോൾ ഇങ്ങനെ കുറേ പേരുടെ കാര്യം പൗലോസ് എടുത്തു പറയുമ്പോൾ ഇവരോട് പറയുന്നത് എന്താണ്? ക്രിസ്തു ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തുറന്നേ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവായിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, തുടർന്ന് പറയുന്നത്, ആകയാൽ എൻ്റെ അനുകാരികളാകുമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുക, എൻ്റെ അനുകാരികളാവണം. പക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ അനുകാരികളായിട്ടില്ല. എൻ്റെ അകത്തുള്ള ദർശനമല്ല നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇത് നിമിത്തം, അതായത് നിങ്ങളെ ക്രിസ്തുവിൽ ഞാൻ ജനിപ്പിച്ചു എങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ആത്മീയ പുത്രന്മാരായി തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോഥെയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ പുത്രനുണ്ട് കേട്ടോ. ആ ആത്മീയ പുത്രനായ തിമോഥെയോസ്
അദ്ദേഹം വന്ന് നിങ്ങളുടെ അടുത്തായിട്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്തോട്ട് വിടുകയാണ് ഞാൻ. എന്തിനാണ്? ഞാൻ എങ്ങും ഏതു സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. അപ്പോൾ ആ വഴികളിലേക്ക് നിങ്ങൾ വന്നാലേ നിങ്ങൾ എൻ്റെ ആത്മീയ പുത്രന്മാരായി തീരുകയുള്ളൂ. അതാണ് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ പ്രിയ മകനെന്ന് തീമോഥെയോസിനെ പറഞ്ഞ് ഇവരെ മക്കളെന്ന് വിളിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി ആകണമെന്നില്ല ആത്മീയ പിതാവ്. അല്ലെങ്കിൽ ആത്മീയ പിതാവ് എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞാലും എൻ്റെ ആത്മീയ പിതാവ് ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ദർശനം പോലെ ആയിരിക്കണം നിങ്ങളുടെ ദർശനം. അദ്ദേഹത്തിൻ്റെ വഴികൾ, ക്രിസ്തുവിലുള്ള വഴികൾ നിങ്ങൾ പ്രമാണിക്കണം. കൊരിന്തി സഭ അത് പ്രമാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തൻ്റെ പ്രിയ മകനായിരിക്കുന്ന, തൻ്റെ യഥാർത്ഥ ആത്മീയ മകനായിരിക്കുന്ന തീമോഥെയോസിനെ ഇവിടെ കയറ്റിയിട്ട് എന്താ പറയുന്നത്? കൊരിന്തി സഭ ഇപ്പോൾ പലതായിട്ട് ചിതറിക്കപ്പെട്ടിരിക്കുക. അവിടെ പല ആത്മീയ പിതാക്കന്മാർ അവർക്കുണ്ട്. ജനിപ്പിച്ചത് ഞാനാണ്, പക്ഷേ എൻ്റെ ആത്മീയ പുത്രന്മാരല്ല അവർ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആത്മീയ പുത്രനായ നീ ചെന്ന് അവരെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ പഠിപ്പിക്കണം. അങ്ങനെ മാത്രമേ ആത്മീയ പുത്രത്വം അല്ലെങ്കിൽ ആത്മീയ പുത്രത്വം എന്ന് പറയുന്ന പദവിയിലേക്ക് കൊരിന്ത്യരെത്തത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ ആത്മീയ പിതാവാണ് പൗലോസ് അപ്പോസ്തലൻ. അത്തരം ഒരു വ്യക്തിയാണ് ഈ പറയുന്ന തീമോഥെയോസ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ നിങ്ങൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ എന്തിനാണ് ഈ അദ്ദേഹത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാൻ പോകുന്നത്? അവിടെ സത്യത്തിലുള്ള വചനമൊക്കെ അറിയാവുന്നവരാണല്ലോ. അവരുടെ അടുത്ത് പോയി പൗലോസിൻ്റെ ആത്മീയ പിതൃത്വത്തിന് കീഴിലേക്ക് വരെത്തണമെങ്കിൽ പൗലോസിൻ്റെ ദർശനം അവരേറ്റെടുക്കും. ഇനി ഒരു കാര്യോട് പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കട്ടെ. ആത്മീയ പിതാവ് എന്ന് പറയുന്നത് കേവലം ഒരാളോട് വചനം പറഞ്ഞ് സുവിശേഷം അറിയിച്ച് അവരെ ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചാൽ ഉടനെ അവരെ ആത്മീയ പിതാവായി തീരത്തില്ല. ആത്മീയ പിതാവിന് ഒരു വലിയ ഹൃദയം ഉണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലനെ പറ്റി നമ്മൾ കാണുമ്പോൾ പിന്നെ അപ്പോസ്തല പ്രവൃത്തി 14:35 മുതൽ നോക്കുമ്പോൾ ബർന്നബാസിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തമ്മിൽ അവർ ഒരുമിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താ? നമ്മൾ വചനം പറഞ്ഞ സ്ഥലത്ത് പിന്നെയും പോയി സഹോദരന്മാർ ഇപ്പോഴും വിശ്വാസത്തിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സുവിശേഷം അറിയിച്ച ഇടങ്ങളിലേക്ക് പിന്നെയും പോകാനുള്ള ഒരു താല്പര്യം എങ്ങനെയുണ്ട്? അവർ ക്രിസ്തുവിൽ വളർന്നു, ഞാൻ സുവിശേഷം അറിയിച്ചിടമൊക്കെ ഇപ്പം ഏത് നിലയിൽ നിൽക്കുന്നു എന്നറിയാനുള്ള ഒരു വാഞ്ച ഹൃദയത്തിലുള്ള വ്യക്തിയും, അതുപോലെ തന്നെ അവിടെ പോകാൻ തടസ്സങ്ങളൊന്നും ഗൗനിക്കാതെ പോകാനുള്ള താല്പര്യവും ഒരാത്മീയ പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസിൻ്റെ ജീവിതത്തിൽ അതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് നൂറുകൂട്ടം പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. അപ്പോൾ ആത്മീയപിതാവിൻ്റെ മറ്റൊരു ഗുണം എന്താണ്? എല്ലാവരെയും കുറിച്ചൊരു ചിന്ത. അത് എത്രയോ ദൂരെയുള്ള സഭകൾ, എത്രയോ വിവിധ രാജ്യങ്ങളിലുള്ള, വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള സഭകൾ, ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പോയിരുന്നല്ലോ. അതേക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പിന്നെയും പരിശോധിക്കുമ്പോൾ ശുശ്രൂഷയുടെ ആദ്യ കാലത്തിൽ തങ്ങളോടൊപ്പം കൂടെ ഇരുന്നായിരുന്ന മർക്കോസ് എന്ന യോഹന്നാൻ ഇടയ്ക്ക് വച്ചിട്ട് ശുശ്രൂഷ കളഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബർന്നബാസും പൗലോസും തമ്മിൽ തർക്കിക്കുന്നത് എന്നിട്ട് തമ്മിൽ പിരിയുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14:35 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എന്നിട്ട് കൂടി 2 തീമോഥെയോസ് 4 അവസാന ഭാഗത്തിലേക്ക് 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തൻ്റെ മരണത്തോട് അടുക്കുമ്പോൾ ആ മർക്കോസിനെ തനിക്ക് വേണം, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ശരീരസ്ഥിതിയെക്കുറിച്ച്, തീമോഥെയോസിൻ്റെ കൂടെ ഉള്ളതായുള്ള ക്ഷീണവും അജീർണതയും ഒക്കെ പരാമർശിച്ചിട്ട് അതിന് വേണ്ടതായ നിർദ്ദേശമൊക്കെ കൊടുത്ത്, അപ്പോൾ തന്നെ ശാരീരിക അഭ്യാസത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൂടുതൽ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണം, അല്പപ്രയോജനവും ശാരീരികാഭ്യാസത്തിനുണ്ട് എന്നൊക്കെ പറയുന്ന പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണാൻ സാധിക്കും. തീത്തോസിനും സമാനമായ അദ്ദേഹം ചെയ്യുന്ന രീതികളെക്കുറിച്ച് വ്യക്തമായി നിർദ്ദേശം കൊടുക്കുന്ന പൗലോസിനെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മീയ പിതാവിന് ഒരു വലിയ ഹൃദയം ഉണ്ടായിരിക്കണം. ഞാൻ കുറച്ച് പ്രസംഗിക്കും, അതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ കൈയടിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തി, അപ്പോൾ തന്നെ അവരെ ആത്മീയമായി വളർത്തുന്നൊരു വ്യക്തി. ഇനി തൻ്റെ ജീവിതത്തിൽ മർക്കോസിൻ്റെ കാര്യം വെച്ച് പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഒരു വിദ്വേഷം അല്ലെങ്കിൽ തൻ്റെ പെട്ടെന്നുള്ളൊരു കോപത്തിൽ അല്ലെങ്കിൽ തീവ്രതയിൽ അല്ലെങ്കിൽ വചനത്തോടുള്ള എരിവിൽ തന്നെ ഉപേക്ഷിച്ചു പോയവനെ തിരിച്ചെടുക്കണ്ട എന്ന് ചിന്തിക്കുമ്പോൾ പോലും അവനെയും കൂടെ ഉൾക്കൊള്ളത്തക്ക നിലകളിൽ തൻ്റെ മരണത്തിന് മുമ്പ് പോലും അങ്ങനെ ഹൃദയത്തെ കുറച്ചും കൂടെ വിശാലപ്പെടുത്തുന്ന ഒരു ആത്മീക പിതാവ്. ഇത്തരമൊരു ഹൃദയം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ക്രിസ്തുവിൽ ജനിപ്പിക്കാനൊക്കെ സാധിച്ചെന്ന് വന്നേക്കാം. ഉദാഹരണം, ഈ പറയുന്ന അപ്പല്ലോസ്, അദ്ദേഹം നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ കർത്താവിനെ കുറിച്ച് ശരിയായ അറിവൊന്നുമില്ല. കുറച്ച് മാത്രം കേട്ടു. അദ്ദേഹം കേട്ട സ്നാനം യോഹന്നാൻ്റെ സ്നാനമെന്ന് മാത്രം. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18 അവസാന ഭാഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ യോഹന്നാൻ്റെ സ്നാനമാണ് അദ്ദേഹത്തെ അറിയത്തുള്ളൂ. യേശുവിനെ പറ്റി കുറച്ച് കേട്ടിട്ടുണ്ട്, അത് വെച്ച് പ്രസംഗിക്കുക. അക്വിലാവും പ്രിസ്കില്ലയും ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്രിസ്തുവിൻ്റെ മാർഗം വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാണ് അപ്പല്ലോസ് കുറച്ചുകൂടെ മൂർച്ചയുള്ള ഒരു ദൈവദാസനായിട്ട് വചനപ്രകാരം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അപ്പല്ലോസിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ച അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ട് നടത്തിയത് അല്ലെങ്കിൽ ശരിയായ നിലയിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന അക്വിലാവും പ്രിസ്കില്ലയും അല്ലേ? എന്നിട്ട് പോലും അക്വിലാവിനെയും പ്രിസ്കില്ലയെയും അപ്പല്ലോസിൻ്റെ ആത്മീയ പിതാക്കന്മാരായ അല്ലെങ്കിൽ പിതാവായിട്ടോ മാതാവായിട്ടോ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ ആത്മീയ പിതാവാകുന്നില്ല. ആത്മീയ പിതാവാണ് ആകണമെങ്കിൽ ആ വ്യക്തിയെ ക്രിസ്തുവിൽ വളർത്തണം. അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. അല്ലെങ്കിൽ അവനും ആ വ്യക്തിയും ആ പുത്രനും ആ പിതാവും തമ്മിൽ ഹൃദയങ്ങളെ കൈമാറത്തക്ക നിലകളിൽ ഊഷ്മളമായ ബന്ധം പുലർത്താൻ കഴിയുമെന്ന് പരസ്പര വിശ്വാസം അവർക്കുണ്ടാവും. കൊരിന്ത്യർ സഭയെക്കുറിച്ച് പൗലോസിന് ആ നിലയിൽ എത്തിയിട്ടില്ല. ക്രിസ്തുവിൽ അവരെ ജനിപ്പിച്ചു. പക്ഷേ ഇനി അവർ ആത്മീയ പുത്രത്വത്തിലേക്ക് എത്തണമെങ്കിൽ തൻ്റെ യഥാർത്ഥ ആത്മീയ പുത്രനായിരിക്കുന്ന തിമോത്തിയോസ് വന്ന് തൻ്റെ വഴികൾ, ക്രിസ്തുവിലുള്ള തൻ്റെ വഴികൾ അവരെ പഠിപ്പിക്കും. അങ്ങനെ തൻ്റെ അനുകാരികളായി തീർന്നാൽ മാത്രമേ അവരെ യഥാർത്ഥമായ ആത്മീയ പുത്രത്വത്തിലേക്ക് എത്തുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതെന്നെല്ലാം വളരെ വ്യക്തമായി പാസ്റ്റർ ജി മാത്യുവിനോടുള്ള യാതൊരു തരത്തിലുള്ളതായ മറ്റ് പ്രയാസങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ പേരിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണെന്നുള്ള ചിന്ത, അങ്ങനെയുള്ളതായ വിചാരം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയായിരുന്നില്ല. അദ്ദേഹം തന്നെ ഒന്ന് പരിശോധിക്കട്ടെ. ഇത് കേട്ട് ആരുടെയെങ്കിലും മനസ്സിൽ മറ്റു ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തിരുത്തായി തീരട്ടെ എന്ന് കൂടി ചേർത്താണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. പല ഭാഗങ്ങളായിട്ടാണ് ഇത് പറഞ്ഞു തീർക്കുന്നത്. എങ്കിലും കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എതിർക്കാൻ വേണ്ടി എതിർക്കരുത്. വചനപ്രകാരം ഇത് ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ ദൈവികമെങ്കിൽ മറുപടി തരാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.